ജാൻസ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേവപ്രസിദാസ് വ്ലോഗ്സ്. നമ്മൾ സ്റ്റഡി വ്ലോഗ് ഇടാൻ തുടങ്ങി പിന്നെ നമ്മളുടെ ചാനൽ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഗ്രോത്തും ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളാണ് ഉള്ളത്. ആക്ച്വലി എനിക്കിതിപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുക. കാരണം ഞാൻ ജോലി മേടിക്കുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി മാറിയെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ കരുതരുത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവിയൽ പറ്റി പിടിച്ചിരിക്കാൻ നിങ്ങൾ കരുതരുത്. ഈ റിബണിൻ്റെ കളർ അങ്ങനെ ആയി മാറിയത് ഇനി പല്ല് കാണിക്കാൻ പോയെങ്കിൽ അത് ശരിയാവത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് LD ക്ലർക്കിൻ്റെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ LD ക്ലർക്കിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആൻഡ് നമ്മളുടെ എക്സാമിന് ഇനി എനിക്ക് ഏകദേശം 1 വീക്ക് കൂടെ ഉള്ളൂ എൻ്റെ എക്സാമിന് ഇനി. അപ്പം സെപ്റ്റംബർ 7th എൻ്റെ എക്സാം വന്നിട്ട്. സോ നമ്മുടെ ഫൈനൽ റൗണ്ട് റിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. സോ വൺസ് അഗെയിൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് എപ്പോഴും റിമൈൻഡ് ചെയ്യേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വീഡിയോ കാണുന്നവരാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. സോ മേക്ക് ഷുവർ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് എൻ്റെ വ്ളോഗ് കാണുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കത്തിപ്പോയി മോഹം. ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇറങ്ങാൻ പോകുന്നിടത്ത് കൃഷ്ണ പറഞ്ഞു അവളും കൂടെ വരാമെന്ന് പറഞ്ഞു. അവക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്തോ കടയിൽ നിന്ന് എന്തോ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു കടയാണ്. ഒരു 100 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക്. അപ്പം അവൾ വരുന്നത് വരെയുള്ള സമയം നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് റിവൈസ് ചെയ്തിട്ടിരിക്കാം. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് എൻ്റെ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടും ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് കഴിഞ്ഞൊരു 4 to 5 ഇയേഴ്സിലുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇയേഴ്സിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കൂടെ ഞാൻ ഈ ഒരു ബുക്കിലോട്ട് ഇങ്ങനെ എഴുതിയെടുത്ത് ഏകദേശം ഒരു 500 ക്വസ്റ്റ്യൻസിനടുത്ത് ഈ ഒരു ബുക്കിൽ ഇപ്പം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഫുൾ പോർഷൻസ് വായിക്കാൻ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവും. ഇപ്പം നമുക്ക് ഈ ഫൈനൽ റൗണ്ട് റിവിഷനിൽ ഇത് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. കുറേ സമയം പോയി എഴുതിയെടുക്കാനായിട്ടെങ്കിലും ഇതൊരു നല്ലൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെടുത്തത്. ഇത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള 500 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഏതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ യൂട്യൂബിൽ ഒരു ചേട്ടൻ്റെ വീഡിയോ ഞാൻ നല്ല രീതിയിൽ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 200 ക്വസ്റ്റ്യൻ്റെ അടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടൻ ജയിച്ചത് തോപ്പിൽ ഫാസി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ നേരിട്ട ഏത് വിദേശ ശക്തിയാണ്? ഡച്ച് 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 ഡച്ച്. ആധുനിക പത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത്? ആധുനിക പത്രങ്ങളുടെ കൂട്ടത്തിൽ ദീപിക പതുക്കോൺ. ആധുനിക പത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത്? ദീപിക. കോഡ്. കോട്ടയ്ക്കൽ വൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യർ. മഞ്ജു വാര്യറിനെ ഓർത്തേച്ചാൽ മതി. PS വാര്യർ. കോട്ടയ്ക്കൽ വൈദ്യശാല PS വാര്യർ. ഇപ്പൊ നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചത് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതി തിരുനാള്. പഠിച്ച ആധുനിക പത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയത് പതുക്കോണല്ല, ദീപിക. ചില സമയത്ത് കൂടെ നമ്മൾ വഴി തെറ്റിക്കും. ദീപിക. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഏത് ശക്തിയായിട്ടാണ് ഏറ്റുമുട്ടിയത്? ഡച്ചുകാരായിട്ടാണ് ഏറ്റുമുട്ടിയത്. കോട്ടയ്ക്കൽ വൈദ്യശാലയുടെ സ്ഥാപകൻ PS വാര്യർ. ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു. പല്ല് ഓർത്തേച്ചാൽ മതി. പല്ലും പൂവും ഓർത്തേച്ചാൽ മതി. പൂ പോലത്തെ പല്ലാണ് നമ്മൾ ഓർത്തേച്ചാൽ മതി. ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ഡോക്ടർ പൽപ്പു. നമ്മൾ റിവിഷനും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഇവൾ ഓൾറെഡി ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാനും കൃഷ്ണൻ കൂടെ നേരെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയിലേക്ക് യാത്ര തിരിച്ചിരിക്കുവാണ് ജെൻസ്. അപ്പം നല്ല വെയിലാണ്. നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. അമ്മ പ്രത്യേകം പറയുന്നതാണ് ഈ എക്സാം വരുന്ന സമയത്ത് വെയിൽ കൊള്ളരുത്, കാരണം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തലവേദന എടുക്കും. ഇപ്പോൾ എക്സാം മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ കുളി ശരിയായില്ലെങ്കിലോ കുളിച്ചിട്ട് തല തോർത്തിയത് ശരിയായില്ലെങ്കിലൊക്കെ അപ്പം പനി അടിച്ച് കയറി വരും ജെൻസ്. അടിച്ച് കയറി വാ അതേപോലെ. അപ്പം എനിക്ക് വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമായിരുന്നു കേട്ടോ. അതായത് കൃഷ്ണയ്ക്ക് എന്തോ കുറച്ച് ഡോക്യുമെൻസിൻ്റെ എന്തോ ഫോട്ടോസ്റ്റാറ്റും കൊണ്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പേപ്പറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ PSCയുടെ സ്റ്റഡി വ്ളോഗ് ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങളത് ഇത്രയും അക്സെപ്റ്റബിൾ ആയിട്ട് ഏറ്റെടുക്കുന്നതിന് എൻ്റെ ജന്മത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് വരുന്ന ഓരോ കമൻസ് ഞാൻ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേവറേറ്റ്സ് കമൻസ് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ കമൻറ്റ് എനിക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും വ്ളോഗ് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം
പ്രചോദനവും എൻ്റെ വ്ളോഗ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് അതൊരു മോട്ടിവേഷനായിട്ട് തോന്നിയെന്ന് പറയുവാണെങ്കിൽ അത് എൻ്റെ ഒരു യൂട്യൂബ് കരിയറിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നതും ഒരുപാട് എനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ കമൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അഞ്ജു തോമസ് എന്ന് പറയുന്ന കുട്ടി എഴുതിയ കമൻറ്റാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത്. അതായത് ആ കുട്ടിക്ക് പഠിക്കാൻ മടി വരുമ്പോഴത്തേക്ക് എൻ്റെ വ്ളോഗ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മടി മാറും, മോട്ടിവേഷൻ കിട്ടുമെന്ന്. എന്തോ എൻ്റെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴും ഇത് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഇത്തിരിയെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് അറിയുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് എൻ്റെ എക്സാം സെൻറ്റർ കിട്ടിയ സ്ഥലം കണ്ടിട്ട് എൻ്റെ കിളി പോയി. ആ വിഷമത്തിൽ നമ്മൾ കരുതി എന്നാൽ രണ്ടുപേരും ഒരു ഐസ്ക്രീം വെച്ച് മേടിച്ചേക്കാമെന്ന് കരുതി ഐസ്ക്രീം മേടിക്കാണ്ട് തുറന്നപ്പോഴാണ് ഓർത്ത് അല്ല വേണ്ട, പനി എങ്ങനെ വന്നാൽ അങ്ങനെ ഞാൻ ഫ്രീസർ നൈസായിട്ട് അങ്ങോട്ട് അടച്ച് കൃഷ്ണയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എടുത്തിട്ടുള്ള ഫോട്ടോസ്റ്റാറ്റ് പേപ്പേഴ്സൊക്കെ കറക്റ്റാണോ അവിടെ വല്ലോ ഇനി വെച്ച് മറന്നു, ഹോൾ ടിക്കറ്റ് ഇനി കയ്യിലുണ്ടോ എല്ലാം പിന്നെ നോക്കിയിട്ടൊന്നുള്ള ചെക്ക് ചെയ്തു. നമ്മൾ ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേർക്കും നമ്മൾ ആ ഹോൾ ടിക്കറ്റ് വിതരണം ചെയ്യുന്നു. അതെ, 2 രൂപയ്ക്ക് എടുത്തിട്ട് 10 രൂപയ്ക്ക് കൊണ്ട് വയ്ക്കും. ഫ്രീ സർവീസ്, അത് നല്ലൊരു പരിപാടിയാണല്ലേ. ഷോപ്പ് എടുക്കാൻ തന്നെ 10 രൂപ. കൃഷ്ണ, എന്താ നിനക്ക് പറയാനായിട്ടുള്ളത്? എനിക്ക് ഹോൾ ടിക്കറ്റ് വന്ന് ഈ വേളയിൽ നല്ല ദൂരത്താ. അതല്ലാണ്ട് എൻ്റെ പരീക്ഷനെ പറ്റി നിനക്കൊന്നും പറയാനായിട്ടില്ല? പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കാതിരുന്ന അത്ര ഉപകാരം. അത്രയും ദൂരെ യാത്ര ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതെ, അങ്ങനല്ല ഞാൻ ചോദിച്ചത്, എൻ്റെ എക്സാമിനെ പറ്റിയിട്ട് എന്താ പറയാനായിട്ടുള്ളത്? ഓൾ ദി ബെസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും? ശുഭപ്രതീക്ഷ, 100% വിജയം. ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി എടുത്തിട്ട് വന്നു. അപ്പൊ അതിനുശേഷം ഒരു കുറച്ചു നേരം കൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ ആ ഒരു സ്റ്റഡി റൊട്ടീനാണ് അപ്പം നിങ്ങളിനി കാണാൻ പോകുന്നത്. അരുണോസ് പാതിരി മിശിഹാ ചരിത്രം പുത്തമ്പാലെന്ന കൃതി രചിച്ചത് അരുണോസ് പാതിരി. മിശിഹാ ചരിത്രം പുത്തമ്പാലെന്ന കൃതി രചിച്ചത് അരുണോസ് പാതിരി. തോമസ് ലീഹയുടെ പ്രേക്ഷക ദൗത്യം പ്രമേയമാക്കുന്ന കാവ്യം ഏത്? മാർഗം കളിപ്പാട്ട്. ഞാൻ എൻ്റെ പല വ്ളോഗിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഉറക്കെ വായിച്ച് പഠിക്കുന്നത് ജെൻസ്. അതായത് ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം കന്യാകുമാരിക്ക് അപ്പുറം വരെ കേൾക്കാൻ വേണ്ടി പറ്റും. അത്ര ഉറക്കെയാണ് അത്ര ഉറക്കെ കാറി അലറിയാണ് ഞാൻ വായിച്ച് പഠിക്കുന്നത്. എനിക്കെന്തോ എൻ്റെ സൗണ്ട് എനിക്ക് പിന്നെ തിരിച്ച് എൻ്റെ ചെവിയിലോട്ട് തന്നെ അങ്ങനെ കുത്തി കേൾക്കുമ്പോൾ എനിക്കതെന്തോ ഭയങ്കരമായിട്ട് എനിക്കതെൻ്റെ ബ്രെയിനിൽ പിന്നെ നിൽക്കും. അങ്ങനെ വീടിൻ്റെ വാതിക്കൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വായിച്ച് പഠിക്കും. ഇപ്പം നിങ്ങൾ ഓർക്ക് എന്താ എല്ലാ വീഡിയോസിലും പുറത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്നത്? പുറത്താകുമ്പോൾ നല്ല വെട്ടമുണ്ട്, അകത്താകുമ്പോഴത്തേക്ക് ഇരുട്ടത്തും ഇരുന്ന് പഠിക്കേണ്ടി വരും. ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും എന്തോ ഒരു അടിപൊളി ഫീൽ വരത്തില്ല. പക്ഷേ ചില ദിവസങ്ങളൊക്കെ അകത്തിരുന്ന് പഠിക്കും. ഇപ്പം എന്തോ പുറത്തിരുന്ന് കുറച്ച് ദിവസമായിട്ടങ്ങ് പഠിച്ച് ശീലിച്ചുകൊണ്ടാണ് നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുത്തു തരണം കേട്ടോ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ ബ്രെയിനിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കൃഷ്ണനോട് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവള് ഒരു 500 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പ്രീവിയസ് ഇയർ പല വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് റെഫർ ചെയ്തിട്ട് 500 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എഴുതിയെടുത്തതാണ് ഇപ്പോൾ ഈ ബുക്കിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് റാൻഡം ആയിട്ട് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം കൃഷ്ണനെ ഇപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതിനകത്ത് ഉത്തരം പറയാൻ പറ്റുവാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അവളിപ്പോൾ ചോദിക്കും. സ്റ്റാർട്ട്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമേത്? 1931. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ. മലയാളം അച്ചടിയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ബി കൊണ്ടാണോ നടന്നത്? ബെഞ്ചമിൻ ബീലി. മലബാർ കലാപം നടന്ന വർഷം? 1921. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുണ്ടായ? മലബാർക്കസ്. അതിന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപനാര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആണോ? കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയാം ഇടയ്ക്ക്. ഓക്കെ. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി ഏത്? സംക്ഷേപ വേദാർത്ഥം. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. മലയാളത്തിലെ ആദ്യ പത്രമാസിക ഏത്? രാജ്യസമാചാരം. ഇടയ്ക്കിട്ട് ചോദിച്ചു. ഇടയ്ക്കിട്ട് ചോദിച്ചോണ്ടോ നമ്പർ ഏറ്റി പോയത്? അപ്പുറത്തെ പേജിൽ നിന്നൊക്കെ ഓർഡർ ചോദിക്കാതെ പഠിച്ചതായിരുന്നു. ഞാൻ ഫുള്ളും പഠിച്ചിട്ടുണ്ട്. SNDP യോഗം സ്ഥാപിച്ചത് ആര്? ഇവള് ക്യാമറയോട് പറയുന്ന തെറ്റുത്തരം പറഞ്ഞു തരാൻ നോക്കുന്നു. SNDP യോഗം സ്ഥാപിച്ചതാര്? ഡോക്ടർ പൽപ്പു ആണോ? അയ്യോ അതെനിക്ക് അറിയായിരുന്നു. അയ്യോ ഞാനെന്തൊരു പൊട്ടത്തരി പറയുന്നത്. അടുത്ത് സോറി ജാൻസ്, അതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇത്ര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തെറ്റിക്കരുത്. എനിക്ക് 100-ൽ എനിക്ക് 1000% അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒരു സെക്കൻഡ് എനിക്ക് എൻ്റെ ഇത് കണക്ട് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമേ എനിക്ക് തെറ്റിയത്. പക്ഷേ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നു. അടുത്ത ചോദ്യം. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാര്? സ്വാതി തിരുനാള്. ചിത്ര തിരുനാൾ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ദിവസം. ഇതൊക്കെ തെറ്റുമ്പോ എന്നാലും SNDPയുടെ തെറ്റിയതാണ് സങ്കടം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാര്? ചട്ടമ്പിസ്വാമികൾ. പെർഫെക്റ്റ് അല്ല, ഞാൻ പറയാവേ. മന്നത്ത് പത്മനാഭൻ. ജാൻസ് പോരാ, ഇനി ഇമ്പ്രൂവ് ആവാനായിട്ടുണ്ട്. അടുത്ത ഇതൊക്കെ ഓൾറെഡി ഫുള്ള് ഞാൻ പഠിച്ച. പക്ഷെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീനാരായണഗുരു. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏത്? 1907. 3.
1900 ആണോ? അല്ല 1890 ആ 1894 ഒന്ന് 91. അതിന്റെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? മലയാളി മെമ്മോറിയൽ നടന്ന വർഷം. അതായത് നമ്മുടെ നിവർത്തന സമരം, അതായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത മൈസൂർ സുൽത്താൻ എന്നറിയപ്പെട്ടത് ടിപ്പു സുൽത്താൻ. ഓക്കെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ഓക്കെ. തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ. ആ ക്വസ്റ്റ്യൻ ഒന്നും പറയാം. നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആര്? ആ സ്വാതി തിരുനാൾ. ഓക്കെ. നമ്മൾ പോയിട്ടുള്ള പ്ലാനറ്റോറിയം അത് ആണെന്ന് തോന്നുന്നു. ആധുനിക പത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയത് ദീപിക പതുക്കോൺ. അതെ, ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കത്തുള്ളൂ. അതാണ് ലാസ്റ്റ് നിർണായകമായിട്ടുള്ള ചോദ്യം. അതും കൂടെ ചോദിച്ചിട്ട് നിർത്തും. അത് ഞാൻ പറയുവാണെങ്കിൽ എല്ലാം സെറ്റാണ്. ചോദിച്ചോ. പക്ഷെ എന്നാലും SNDP എനിക്ക് തെറ്റിച്ച് എനിക്ക് അറിയാം. ആരും തെറ്റിക്കരുത്. ശ്രീനാരായണ ഗുരു ആണ്. അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തോ തെറ്റിച്ചത്. ചോയിര്. ഞാൻ പെട്ടെന്ന് ഈഴവ മെമ്മോറിയലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡോക്ടർ പൽപ്പ് പറഞ്ഞത്. ചോയിര്. ക്വസ്റ്റ്യൻ നോക്കട്ടെ. 500 ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ള നോക്കാൻ പാടും. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇൻ കേരള. ജോസഫ് മുണ്ടശ്ശേരി. യെസ്. താങ്ക് യു. എനിക്ക് എന്റെ ഹോൾ ടിക്കറ്റിന്റെ സെന്റർ കിട്ടിയിരിക്കുന്ന സ്ഥലം ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ ഞാൻ അവിടെ എത്തത്തുള്ളൂ. സാധാരണ എന്റെ എല്ലാ PSC എക്സാംസിനും എനിക്കൊരു ഓട്ടോ പിടിച്ചു പോകേണ്ട ദൂരം, അല്ലെങ്കിൽ എനിക്ക് തന്നെത്താൻ ബൈക്കിൽ പോകേണ്ട ദൂരം, വണ്ടി പോകേണ്ട ദൂരമൊക്കെ എനിക്ക് സാധാരണ വരാറുണ്ട്. ഇത് ഞാൻ ഭയങ്കര ദൂരത്തുണ്ട്. ഒന്നെങ്കിൽ അച്ഛനോട് കൊണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചു നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് പോകേണ്ടി വരും. ടാസ്ക് ആയിരിക്കും. അത്രയും ദൂരമൊക്കെ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്താൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പം LDC ഈ പ്രാവശ്യത്തെ സെന്റർ എന്നെ ചതിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് സെന്റർ കിട്ടിയെന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീട് ആലപ്പുഴയിലാണ്. അപ്പം എനിക്ക് സെന്റർ കിട്ടിയിരിക്കുന്നത് തോട്ടപ്പള്ളിയാണ്. നിങ്ങളവർക്ക് തോട്ടപ്പള്ളി അത് ആലപ്പുഴ അടുത്തല്ലേ? സാധാരണ എനിക്കിവിടെ കിട്ടുന്ന പാതിരപ്പള്ളി, പൂങ്കാവ്, ആലപ്പുഴ, എല്ലാ ആലപ്പുഴയ്ക്കകത്ത് തന്നെ കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താൻ വരുന്ന ദൂരമാണ്. എനിക്ക് എക്സാമിൻ്റെ അന്ന് എനിക്ക് എക്സാം സെന്റർ ദൂരത്ത് കിട്ടുന്ന എനിക്ക് ഇത്തിരി സ്ട്രെസ് വരുന്ന ഒരു കാര്യമാണ്. ആ യാത്ര, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൊമിറ്റിംഗ് ട്രബിള്, പിന്നെ സേഫായിട്ട് അവിടെ എത്തണം, കറക്റ്റ് സമയത്ത് എത്തണം, അങ്ങനെ പല കാര്യങ്ങൾ വരും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സ്റ്റഡി വ്ളോഗ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ കൃഷ്ണ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഉത്തരങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റിച്ചിരിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ എന്നെ അടിക്കും. അപ്പം മേക്ക് ഷുവർ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് പിന്നെയും റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇതിപ്പം നന്നായിട്ട് എനിക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇതേപോലത്തെ അശ്രദ്ധകളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരാതിരിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, ഷെയർ, കമന്റ്. ബൈ ജെൻസ്, ലവ് യു.